നമസ്കാരം. നിയമവും നീതിയും നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഏകാധിപതിയായ ഭരണാധികാരിക്ക് വേണ്ടി അടിമപ്പണി ചെയ്താൽ ഒടുവിൽ അവരുടെ ഗതി എന്താകുമെന്നതിന്റെ ഏറ്റവും ഭീകരമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തിയ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ വി.ഡി. സതീശൻ സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനിടെ 2 ഗ്രേഡ് എസ്ഐമാർ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിന്റെ മുൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവരാണ് SITക്ക് മുന്നിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് മൊഴി നൽകിയത്. തങ്ങൾക്ക് ഈ കേസിൽ യാതൊരുവിധ പങ്കുമില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥനായ ADGP അജിത് കുമാറിന്റെ കർശന നിർദ്ദേശങ്ങളും സമ്മർദ്ദവും പാലിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നുമാണ് ഇവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. പെൻഡ്രൈവിലാക്കി ഓഫീസിലെത്തിച്ച കേസ് ഡയറി നേരിട്ട് തിരുത്താനും ഗൺമാൻമാർക്കെതിരെ തെളിവില്ല എന്ന് എഴുതി ചേർക്കാനും ADGP തങ്ങളെ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് ഇവർ സമ്മതിച്ചതോടെ പിണറായി വിജയന്റെ കാലത്ത് പോലീസ് തലപ്പത്ത് നടന്ന വമ്പൻ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. അന്ന് 2023 ഡിസംബറിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന ആ ക്രൂരമായ ആക്രമണം കേരളം മറന്നിട്ടില്ല. യുവനേതാക്കളായ AD തോമസും അജയ് ജൂവൽ കുര്യാക്കോസും ക്യാബിനറ്റ് ബസിന് നേരെ കരിങ്കൊടി കാണിച്ചപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി വടികൊണ്ട് അവരുടെ തല തല്ലിപ്പൊളിക്കുകയും കൈ ഒടിക്കുകയും ചെയ്തു. അന്ന് അതിനെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് പരസ്യമായി ന്യായീകരിച്ച ആളാണ് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ആ പച്ചക്കൊടി കണ്ടാണ് ADGP അജിത് കുമാറും സംഘവും കേസ് ഡയറിയിൽ കൃത്രിമം കാണിച്ച് ഗുണ്ടകളായ ഗൺമാൻമാർക്ക് ക്ലീൻ ചീറ്റ് നൽകിയത്. എന്നാൽ ഇന്ന് UDF സർക്കാരിന്റെ SIT ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കോടതിയിൽ അതീവ ഗുരുതരമായ പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനുള്ള IPC 308 ചുമത്തിയത് വെറുതെയല്ല. കൃത്യമായ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് SIT കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. അന്ന് ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച DYSPയെ ADGPയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി മൊഴി തിരുത്തിച്ച കാര്യവും ഈ റിപ്പോർട്ടിലുണ്ട്. ഈ ഭയം കാരണമാണ് ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി 10ാമതായി ലിസ്റ്റ് ചെയ്തിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സുരക്ഷാ ഗുണ്ടകൾ ഇനി ജയിലിൽ അഴികൾ എണ്ണുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഗൗരവകരമായ രാഷ്ട്രീയ ചോദ്യം ഉന്നയിക്കേണ്ടത്. പിണറായി വിജയന്റെ അംഗരക്ഷകർക്ക് വേണ്ടി നിയമം ലംഘിച്ച് കേസ് ഡയറികൾ വരെ തിരുത്താൻ ADGP MR അജിത് കുമാർ തയ്യാറായെങ്കിൽ അതിനു പിന്നിൽ അയാൾക്ക് കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു? പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം പരാജയമായിരുന്നുവെന്നും അഴിമതിയുടെയും ക്രിമിനലിസത്തിന്റെയും ഒരു താവളമായിരുന്നുവെന്നും ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും VIP മേഖലയായ കവടിയാറിൽ ADGP അജിത് കുമാർ കോടികൾ വിലമതിക്കുന്ന സ്ഥലം വാങ്ങിയതും അവിടെ കൊട്ടാര സമാനമായി വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വമ്പൻ അഴിമതി വിവാദങ്ങൾ ഇതോടൊപ്പം കൂട്ടിവായിക്കണം. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ സകല കൊള്ളകൾക്കും കള്ളപ്പണ ഇടപാടുകൾക്കും കാവൽ നിന്നതിനും കേസുകൾ അട്ടിമറിച്ചതിനും അജിത് കുമാറിന് പ്രതിഫലമായി കിട്ടിയത് എന്തൊക്കെയാണ് ണെന്ന് പുതിയ സർക്കാർ കൃത്യമായി അന്വേഷിക്കണം. പിണറായിയോടും പാർട്ടിയോടും കൂറുള്ള ഉദ്യോഗസ്ഥർ ഒത്തുചേർന്ന് കേരള പോലീസിനെ ഒരു അധോലോകമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ 10 വർഷം. പിണറായി വിജയന്റെ ഭരണകാലം എത്രത്തോളം ഭീകരവും അടിച്ചമർത്തലുകൾ നിറഞ്ഞതുമായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ് SITക്ക് മുന്നിൽ കണ്ണീരൊഴുക്കിയ SIമാരുടെ ഗതികേട്. അജിത് കുമാർ എന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ കസേര തെറിക്കാനും അയാൾ സർവീസിൽ നിന്നും പുറത്തു പോകാനും ഈ ഒരൊറ്റ കേസ് മതിയാകും. എന്നാൽ ഇതുകൊണ്ട് മാത്രം അന്വേഷണം അവസാനിക്കരുത്. പിണറായി വിജയന്റെ കാലത്ത് പാർട്ടിക്കാർക്കും നേതാക്കൾക്കും വേണ്ടി അട്ടിമറിക്കപ്പെട്ട 100 കണക്കിന് കേസുകൾ ഇനിയും പുനരന്വേഷിക്കേണ്ടതുണ്ട്. കണ്ണീരോടെ ജീവനൊടുക്കേണ്ടി വന്ന കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ കേസ് അടക്കം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സ്വാധീനം ചെലുത്തി അട്ടിമറിച്ച സകല ഫയലുകളും വി.ഡി. സതീശൻ സർക്കാർ വീണ്ടും തുറക്കണം. അധികാരം കൈവിട്ടു പോയതോടെ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരും നിയമത്തിന് മുന്നിൽ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റ് ഗുണ്ടായിസത്തിന് കൂട്ടുനിന്ന സകല ക്രിമിനൽ ഉദ്യോഗസ്ഥർക്കും അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്ന കാലം ദൂരെയല്ല. നമുക്ക് കാത്തിരുന്നു കാണാം. നവകേരള യാത്രയിലെ മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ ADGP അജിത് കുമാർ നേരിട്ട് ഇടപെട്ട് കേസ് ഡയറി തിരുത്തിച്ചുവെന്ന ഞെട്ടിക്കുന്ന സത്യം വിളിച്ചു പറഞ്ഞ SIമാർ SITക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ സംഭവം അതീവ ഗൗരവമുള്ളതാണ്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം വലിയ ക്രിമിനൽ താവളമായിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. പിണറായി വിജയന് വേണ്ടി സകല അട്ടിമറികൾക്കും കൂട്ടുനിന്ന ADGP അജിത് കുമാറിന് പ്രതിഫലമായി കിട്ടിയ കവടിയാറിലെ കോടികളുടെ കൊട്ടാരത്തെക്കുറിച്ച് പുതിയ UDF സർക്കാർ അടിയന്തരമായി അന്വേഷിക്കണം. നവീൻ ബാബുവിന്റെ കേസ് അടക്കം കഴിഞ്ഞ 10 വർഷം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വേണ്ടി അട്ടിമറിച്ച സകല കേസുകളും വീണ്ടും തുറക്കണം. അധികാരം പോയതോടെ പിണറായി വിജയനും അജിത് കുമാറും നിയമത്തിന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുന്ന കാഴ്ചയാവണം ഇനി കേരളം കാത്തിരിക്കുന്നത്.